സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ഭൂമിയിൽ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ അല്ലെങ്കിൽ ദൈവത്തെ എതിർക്കുന്ന തിന്മയുടെ ശക്തികൾ ലോകത്തിൽ ഉള്ളതുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ പീഡിപ്പിക്കപ്പെടും. നന്മ ചെയ്ത് ജീവിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നല്ല പീഡ ഉണ്ടാകും എന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് നന്മയൊക്കെ ചെയ്ത് വചനമൊക്കെ പാലിച്ച് കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈശോ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, അനുദിനം കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ആരെങ്കിലും യേശുവിൻ്റെ പിന്നാലെ പോകാൻ യേശുവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നു. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിലൂടെ എന്ന അപ്പോസ്തലൻ നമ്മൾ ഓർപ്പിക്കണം. തിമോത്തിയോട് പറയുകയാണ്, തിമോത്തിയുടെ ആ വിശ്വാസവും തിമോത്തിയോട് പറയുന്നത് തിമോത്തിയുടെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന അതേ വിശ്വാസം തന്നെ തിമോത്തിക്കും ഉണ്ട് എന്ന് കണ്ട് സന്തോഷിക്കുന്ന അപ്പോസ്തലൻ പറയുകയാണ്, ഇന്നത്തെ വായന, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവിക വരം, കൃപ, പരിശുദ്ധാത്മാ അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ തിന്മ നമ്മളെ സ്വാധീനിക്കുന്ന പീഡിപ്പിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ മടുത്തു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ പൗലോസ് അപ്പോസ്തലനെ കാണുന്നുണ്ട്. എന്തെല്ലാം പീഡകളായിരുന്നു. ഇടയ്ക്കെല്ലാം കർത്താവ് സ്വപ്നത്തിലും ദർശനത്തിലുമൊക്കെ ഇടപെട്ടുണ്ട്, പറയുന്നുണ്ട്, ധൈര്യമായിരിക്കാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇപ്പം ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ലോകത്തിൽ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത് മൂലം ആ ഒറ്റ കാരണത്താൽ അനേകരും നമ്മളെ വെറുക്കും. അതങ്ങനെയാണ്. കാരണം തിന്മ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെയാണ്, അവരാരും മനഃപൂർവ്വമല്ല. യേശുവിനെ നോക്കി എന്തുമാത്രം നന്മ മാത്രം ചെയ്താണ്. യേശു ഒരു തിന്മ പോലും ആർക്കും ചെയ്തിട്ടില്ല, കാരണം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രമാത്രം നന്മ ചെയ്തിട്ടും അവനെ കൊല്ലാൻ വേണ്ടി ഓരോ നിമിഷവും യഹൂദ പ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും ഒക്കെ വചനം നമ്മൾ എപ്പോഴും വായിക്കുന്നു, അവൻ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയിരിക്കുമെങ്കിൽ ഇവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കുറ്റം കണ്ടുപിടിച്ച് അവനെ കൊല്ലണം എങ്ങനെയെങ്കിലും. തിന്മ ഉള്ളിൽ സ്വാധീനിച്ച മനുഷ്യരിങ്ങനെ യേശുവിൻ്റെ പുറകെ നടക്കണം. യേശുവിൻ്റെ ജീവിതകാലം മുഴുവനും പീഡയായിരുന്നു. 33 വർഷം ജീവിച്ച 33 വർഷവും പീഡ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ അറിവോടുകൂടിയാണ് ജീവിച്ചത്. അപ്പോൾ നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ ഉള്ളിലുണ്ടായ അതേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത് മാമോദീസായിലൂടെ. അപ്പോൾ ദൈവവചനം, യേശു ജീവിച്ച പോലെ ദൈവവചനം പാലിച്ചുകൊണ്ട് പൂർണ്ണമായും യേശുവിനെ അനുഗമിക്കാൻ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ മടുത്തു പോകരുത്. അത് ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പൗലോസ് പറയുകയാണ്, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതി നീ ലജ്ജിതനാണ്. പൗലോസ് അപ്പോസ്തലൻ തടവുകാരനായ റോമിലെ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതിയ കത്തിൽ അപ്പോസ്തലനെ ബലപ്പെടുത്തുകയാണ്, അല്ല തിമോത്തിയെ ബലപ്പെടുത്തുകയാണ്. പറയാണ്, ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പോസ്തലനും പ്രവാചകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. 2 തിമോത്തി 1:11-12 പറയാണ്, ആ ഒറ്റ കാരണത്താലാണ് ഞാനിപ്പോൾ ഈ സഹിക്കുന്നത്. നമ്മളതുകൊണ്ട് ഇത് അറിയണം. പക്ഷേ നമുക്ക് അനുദിനമാണ് എടുക്കാൻ പറ്റുന്നതാണ്. ഈശോനെ കുരിശ് എടുക്കാൻ പറ്റുന്നത് രോഗമായിരിക്കാം, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പീഡയായിരിക്കാം, മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായിരിക്കാം, ജോലിയിലായിരിക്കാം, ഏതെങ്കിലും രീതിയിലൊക്കെയും നമുക്കതുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ മനം മടുക്കരുത്. ഇതിൻ്റെ ഭാഗമാണ്, ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്.
അപ്പോൾ നമ്മളത് ആ ഒരു അറിവിലേക്ക് നമ്മൾ ആദ്യം വേണ്ട. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലോകത്തിൽ പീഡകളുണ്ട്. അപ്പോസ്തലൻ പൗലോസ് ഇതൊക്കെ പഠിച്ച് ആ ആത്മീയ പരിശുദ്ധാത്മ കൃപയിൽ ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ്, നമ്മളത് അറിയണം, ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആരില്ല? നമ്മുടെ അപ്പനിലോ അമ്മയിലോ ഭാര്യയിലോ ഭർത്താവിലോ മക്കളിലോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന സുഹൃത്തുക്കളോ അല്ല ജോലി സ്ഥലത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരെയൊക്കെ നമ്മൾ അവരിലൊന്നും അല്ല. നമ്മൾ നോക്കുന്നത് ക്രിസ്തുവിലാണ്. നമ്മൾ ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് നന്നായി അറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം തീരുന്നൊരു ദിവസമുണ്ടല്ലോ, മരണം വരെയും. നമ്മൾ കല്യാണ സമയത്ത് മരണം വരെയും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും എന്ന് പറയുന്ന പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ദൗത്യം നമ്മളിലുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അടിസ്ഥാന വചനത്തിലേക്ക് പോവുകയാണെങ്കിൽ മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് പറയുമ്പോൾ, ചേർന്ന് ഇണയം നൽകുമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ആ രീതി ജീവിക്കുക അല്ല. ശരിക്കും ആത്മാവിൽ ദൈവം പറഞ്ഞതാണ്, മനുഷ്യൻ ഏകനായിരുന്ന സാത്താൻ അവനെ വീഴ്ത്തി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെ, ഇന്ന് നമ്മുടെ ജീവിതം സഭ അല്ലേ, നമ്മൾ സഭയിലാണ് ജീവിക്കുന്നത്. ഇന്നലെയൊക്കെ ചിന്തിച്ചു, സഭയിലേക്ക് നോക്കണം നമ്മൾ, പ്രശ്നങ്ങൾ ലോകത്തിലേക്ക് നോക്കരുത്. അപ്പം നമ്മൾ സഭയിലായിരിക്കുമ്പോൾ ഒരു പുരോഹിതന് സഭയിലാണ്. ഇടവകയിൽ വീട്ടിലെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇടവകയിലേക്ക് വന്നിരിക്കുമ്പോൾ ആ സഭ വൈദികനെ ഏറ്റെടുത്തിരിക്കുകയാണ്. കന്യാസ്ത്രീ അതുപോലെയാണ്. ഇപ്പം നമ്മളും ആ ഒരു കാര്യം അറിയണം. ഒരു കുടുംബത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതറിയുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആപ്പാടെ പ്രശ്നമാകും. ഞാൻ ഇങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു, എന്തെല്ലാം ആൾക്കാരെ എന്തെല്ലാം ചെയ്തു, ഞാൻ അവരെ അമേരിക്കയിൽ കൊണ്ടുവന്നു, എന്തെല്ലാം കാര്യങ്ങൾ, എന്നിട്ടും അവരെന്നോട് ഇങ്ങനെയെന്ന് പറയുമ്പോൾ അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത് അത് അങ്ങനെയാണ് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കാൻ പറയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കഷ്ടതകൾ ഉണ്ടാകുമെന്ന്, പ്രത്യേകിച്ചും തിമോത്തിയുടെ ലേഖനം ഇന്നലെ പറഞ്ഞ പോലെ 2 ലേഖനങ്ങളാണ്, ഒന്നാം ലേഖനം 2-ാം ലേഖനവും പല അധ്യായങ്ങളുണ്ട്. അതും ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന നല്ലതാണ്. 2 തിമോത്തി 3 പറയുന്നുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും നന്ദിയില്ലാത്തവരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ ആരോടും പിണങ്ങാനല്ല, നമ്മൾ മനസ്സിലാക്കുക. ശത്രുത വേണ്ട, പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കാനാണെന്ന് പറയുന്നത്. വീണ്ടും 4-ാമത്തെ 2 തിമോത്തി 4 തിമോത്തിയോട് പറഞ്ഞ ഉപദേശമാണിത്, നമ്മളോട് പറയുന്നതാണിത്. 4-ാമത്തെ വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. എന്താ? അവർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ
നിർവഹിക്കുകയും ചെയ്യുക. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, 28 നിന്റെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിനക്ക് രക്ഷയുടെയും. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എല്ലാം നമ്മളെ ഓർപ്പിക്കുക. ദൈവവചനത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കഷ്ടതയുണ്ടാകും എന്നാണ്. ഈശോയുടെ ഇന്ന് ആഗോള സഭയിലെ സങ്കീർത്തനം 123. അതാണ്, നമ്മൾ മനുഷ്യരിലേക്ക് നോക്കരുത്, എന്നാലും പറയും ലോകത്തിലേക്ക് നോക്കരുത്. സങ്കീർത്തനം 121 പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എൻ്റെ കണ്ണുകൾ സദാ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്നപോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിയുടെ കയ്യിലേക്ക് എന്നപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. നമ്മുടെ നോട്ടം കർത്താവിലേക്കായിരിക്കട്ടെ. മറ്റുള്ള മനുഷ്യരിൽ നിന്നും പ്രശംസയോ അവർ നന്മ, നമ്മൾ ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആരെങ്കിലും പ്രശംസിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഉണ്ടാകത്തില്ല. അവിടെ എല്ലാം എതിർപ്പുകളുണ്ടാകും, പ്രശ്നമുണ്ടാകുന്ന ബുധനാഴ്ച ദിവസം നമുക്ക് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടിയും അമേരിക്കയുടെ 50 സ്റ്റേറ്റുകൾക്ക്, ലോകം മുഴുവന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥന വയ്ക്കുമ്പോൾ ഇന്ന് ജോർജിയ സ്റ്റേറ്റിൽ നിന്നും അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ് നമുക്ക് വേണ്ടി പ്രാർത്ഥന വയ്ക്കുമ്പോൾ നമ്മളെ അതോട് ചേർന്ന ഒരു വചനമാണ് നമ്മൾ സങ്കീർത്തനം 56 ഓർപ്പിച്ചത്. അതവിടെ പറയുന്നത്, ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ, സങ്കീർത്തനം 56:4, ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. 8-ാമത്തെ വചനം സങ്കീർത്തനം 56:8 പലപ്പോഴും നമ്മൾ ചിന്തിച്ച വചനമാണ്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ആരും കാണുന്നില്ലെങ്കിലും ദൈവം എണ്ണിക്കൊണ്ടായിരിക്കും. ഇങ്ങനെ കൈവിരൽ എണ്ണുകയില്ല. അതുപോലെ നമ്മുടെ അലച്ചിലുകൾ, നമ്മുടെ സഹനങ്ങൾ ദൈവം, നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞ ദൈവം, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വീണ്ടും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്നു. കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നത്, സഭയിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മൾ കഷ്ടതയുടെ ഈ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ, ഈ അപ്പസ്തോലന്മാർ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ പത്രോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചാണ് 28 ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരിമാരും സഹോദരന്മാരും മാതാക്കളും മക്കളും വയലുകളും. ഇത് നമ്മൾ സഭയിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഒരു പുരോഹിതരുള്ള ഒരു കന്യാസ്ത്രീ അവരുടെ ജീവിതം സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. അതോടൊപ്പം ഇത് ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. അവയോടൊപ്പം ഇതെല്ലാം ഉണ്ടാവും. അനേകർ നമ്മളെ സ്നേഹിക്കാൻ, സഭയിൽ നമ്മളെ സ്നേഹിക്കാറുണ്ട്, പക്ഷേ ഉഗ്രപീഡനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ആണ് ആദ്യം തന്നെ ഇന്നത്തെ വായനയിൽ പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തിൻ്റെ ശക്തിയുടെ ആത്മാവിനെ, ആത്മനിയന്ത്രണ ആത്മാവിനെയാണ്, ഭയപ്പെട്ട് മാറുന്ന ആത്മാവിനെ അല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ സഹോദരിമാരും മാതാപിതാക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും. മർക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം 30 ഒടുവിൽ പറയാണ്, അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുമ്പന്മാരിൽ പലരും, എന്നാൽ ഈ പീഡനം ഉണ്ടാകുമ്പോൾ പലരും ഇട്ടിട്ട് പോകും, പലരും അടുത്തു പോകും. ഈ പണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അനേകർ ഉപേക്ഷിച്ചിട്ട് പോകും. പിമ്പന്മാരും പലരും ഉപേക്ഷിച്ചിട്ട് പോകും തന്നെ നമ്മുടെ കർത്താവ് ഓർപ്പിക്കുകയാണ്. ഇത് സുവിശേഷത്തിൽ ഈശോ നമ്മളെ
ഓർപ്പിക്കുന്നത്, നമ്മൾ ഈ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതായത് ഈ ലോകത്തിൽ ഇവിടെ കൊണ്ട് തീരുന്നതല്ല ഈ ജീവിതം. മരിച്ച മൃഗങ്ങളും പക്ഷികളും ഒക്കെ ചത്ത് മണ്ണടിഞ്ഞു പോകുന്ന പോലെ തീരുന്നതല്ല ഈ ജീവിതമെന്ന് ഉള്ളൊരു അറിവിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ ഈ സഹനം, ഈ ബുദ്ധിമുട്ട്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ നന്മയുള്ളൂ എന്ന്. ഇന്ന് ഒരു സുവിശേഷത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളൊരു വിവാദത്തെക്കുറിച്ച് മർക്കോസ് 12-ാമത്തെ അധ്യായം 18 തൊട്ടാണ്. അവിടെ ഒരാൾ യേശുവിനെ പരീക്ഷിക്കാനായിട്ടൊന്ന് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിൽ ഉണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു, അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമനും അവളെ സ്വീകരിച്ചു, അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പുനരുത്ഥാനം ഇല്ലെന്ന് പറയുന്നവര്, മരണശേഷം ഈ ആത്മീയ ജീവിതം, മരണശേഷം ജീവിതമൊന്നും ഇല്ല എന്ന് പറയുന്നവർ യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചോദ്യമാണ്. അങ്ങനെ ഒരു കുടുംബത്തിലെ, യഹൂദ കുടുംബത്തിലെ 7 സഹോദരന്മാർ, ഒരു സ്ത്രീയെ അവർ മരിച്ചതുകൊണ്ട്, ഓരോരുത്തരെ മരിച്ചുകൊണ്ട് അവളെ വിവാഹം കഴിച്ചു. അവൻ സന്താനമെല്ലാം മരിച്ചു. അങ്ങനെ 7 പേരും മരിച്ചു. ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? 7 പേരും കൂടെ അടിപിടി കൂടുമല്ലോ. ഇവള് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ 7 പേരും തമ്മിൽ വഴക്കുണ്ടാകും. അപ്പോൾ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നൊരു ചോദ്യം യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. അവിടെയാണ് ഒത്തിരി കാര്യങ്ങൾ യേശു നമ്മൾ വെളിപ്പെടുത്തുകയാണ്. ഈശോ പറയാണ്, പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ചോദിച്ചു, ആരുടെ ഭാര്യയായിരിക്കും? അപ്പോൾ അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്ത കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. മർക്കോസ് 12:24 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വചനമാണ്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്ത കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപ്പടപ്പിൽ നിന്ന് മോശയോട് അരുളിച്ചത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ല. പുറപ്പാട് 3 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണെന്ന് പറയാണ്. അവിടുന്ന് മരിച്ചവരുടെ എല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. അതായത് അവിടുന്ന് മരിച്ചവരുടെ എല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ്. പക്ഷേ ഇതിന് ശരിക്കുള്ള ഉത്തരം ലൂക്കാസ് സുവിശേഷത്തിൽ പലപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്. അത് തന്നെയാണ് ഈ സംഭവം പറഞ്ഞിട്ട് ഈശോ അവിടുന്ന് മരിച്ചവരുടെ അല്ല, ലൂക്ക 20:38 ഇതേക്കുറിച്ച് ഈശോ പറഞ്ഞു പറയാണ്, അവിടുന്ന് മരിച്ചവരുടെ എല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അതായത് മരിച്ചുപോയവരും ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെ മരിച്ചുപോയവര്, നമുക്കവരെ കാണാൻ പറ്റില്ല, അവർ മരിച്ചുപോയി. പക്ഷെ ആത്മാവിന് മരണമില്ലല്ലോ. ആത്മാവായ ദൈവം ആത്മാവായ ഇവരെ കാണുകയാണ്. മരിച്ചുപോയൊരു മനുഷ്യൻ, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മരിച്ചാലും മരണമില്ല, ആത്മാവിൽ തുടരുകയാണ്. കാരണം അവരുടെ ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, അമ്മയുടെ ഉദരത്തിൽ ദൈവം നിവേശിപ്പിച്ച ആത്മാവാണ് എൻ്റെ ആത്മാവ് നമ്മൾ പറയുന്ന. ശരീരവും മനസ്സും ആത്മാവും, ശരീരവും മനസ്സും നമ്മുടെ മാതാപിതാക്കളുടെ കിട്ടിയതാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ അറിയേണ്ടത് കാര്യം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു അംശമുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞാണ് നമ്മുടെ ആത്മാവ്. മനുഷ്യരെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അതിനാണ് നമ്മൾ മറ്റുള്ളവരെ ആരെയും ശത്രുക്കളായി കരുതരുത് എന്ന് പറഞ്ഞു ഈ ഭൂമിയിൽ. കാരണം അവരുടെ ശരീരവും മനസ്സും കൂടി നമ്മളെ ആക്രമിക്കുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തെ തേടുന്ന ആത്മാവാണ്. ഏറ്റവും വലിയ പാപിയുടെ ഉള്ളിലും നമ്മളത് അറിയണം, ഏറ്റവും വലിയ പാപിയുടെ ഉള്ളിലുമുള്ള ആത്മാവ് ദൈവത്തെ തേടുന്ന ആത്മാവാണ്. പലപ്പോൾ നമ്മൾ ചിന്തിച്ചാണ് എല്ലാത്തിൻ്റെ ഉത്തരം വചനത്തിലുണ്ട്. സങ്കീർത്തനം 42 പലപ്പോഴും നമ്മൾ ചിന്തിച്ച വചനമുണ്ടല്ലോ. സങ്കീർത്തനം 42 ഇങ്ങനെ പറയുന്നുണ്ട്,
ഒരു ആത്മാവിൻ്റെ ഉള്ളിലുള്ള ശരീരവും മനസ്സും സങ്കീർത്തനം 42, ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ പേരാണ്. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവ സന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക, അല്ലേ? നമ്മുടെ അപ്പനെയും അമ്മയും കണ്ട് സന്തോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ദൈവത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാത്മാവാണ്. രാപ്പകൽ കണ്ണുനീരെനിക്ക് ഭക്ഷണമായി, എവിടെ നിന്റെ ദൈവം എന്ന് ഓരോരുത്തർ എന്താണ് സാത്താൻ നമ്മുടെ ആത്മാവിനെ പീഡിപ്പിക്കുന്നുണ്ട്. എവിടെ നിന്റെ ദൈവം, എവിടെ നിന്റെ അപ്പൻ എന്ന് സാത്താൻ നമ്മളെ നിരന്തരം നമ്മളെ കുരുക്കിലാക്കി ലോകത്തിലേക്ക് തള്ളിവിട്ടത് സാത്താൻ്റെ വഞ്ചന മൂലമല്ലേ? ഈ ഭൂമിയിൽ നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് തിരിച്ച് നിത്യതയിലെത്താൻ വാഞ്ചിക്കുന്ന ആത്മാവാണ്. ദേവാലയത്തിലേക്ക് പോകുമ്പോഴും എൻ്റെ ഉള്ളം നിൻ്റെ നമ്മൾ പറയാണ്, ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ ഘോഷയാത്രയെ നയിച്ചു. ആഹ്ലാദാരം ഞാൻ ഇന്നാൾ പറഞ്ഞില്ല, നമ്മുടെ പള്ളിയിലെ പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നമുക്ക് നല്ല സന്തോഷമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സും. പക്ഷെ നമ്മുടെ ആത്മാവ് ഉള്ളിൽ കരയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തെയും ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയെ നയിച്ചു. ആഹ്ലാദാരവും കൃതജ്ഞതാ ഗീതങ്ങളും ഉയർന്നു, ജനം ആർത്തുല്ലസിച്ചു. ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിനെ വിഷാദിക്കുന്നു, എന്തിനെ നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. പറയാണ് കർത്താവേയും വീണതായിട്ട് പറയാണ്, ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് എൻ്റെ രക്ഷാശരിയായ ദൈവത്തോട് ഞാൻ ചോദിക്കും. നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. എൻ്റെ ആത്മാവേ, നീ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, ദൈവം നമുക്ക് അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായി നൽകിയ ആത്മാവ്. എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കും, നീ എന്തിനു നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. അതെ, നമ്മളിത് അറിയണം. നിത്യതയിലേക്ക് എത്താൻ വേണ്ടി ഈ ശരീരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിൽ നടക്കാനേ ഗർഭത്തിലുള്ളൊരു കുഞ്ഞ് വളരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം ഇല്ലാതായി നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവ് ജനിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ നമ്മൾ ഗർഭം ധരിച്ചിരിക്കുന്ന ഗർഭിണിയെ പോലെയാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവ്. നമ്മൾ മരിക്കുമ്പോൾ ആത്മാവ് നിത്യതയിലേക്ക് പിറന്നു വീഴുകയാണ്. ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് ആത്മീയമായിട്ട് പ്രവേശിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഒരിക്കലും ദൈവം നമ്മളെ ആദ്യം കണ്ട ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമുള്ള, അതായത് നമ്മൾ പലപ്പോഴും ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:21 ദൈവത്തിൻ്റെ ഛായ അനശ്വരതയും അനന്തതയുമാണ്. അവസാനമില്ലാത്ത ആ ഛായയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് മരണശേഷമാണ്. നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ നമ്മൾ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്നവർ നമ്മുടെ കൂടെ ആത്മീയമായിട്ട് അവിടെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് സഹിക്കുന്നത്. അതുകൊണ്ട് ആരെയും നമ്മൾ വെറുക്കരുത്. ഇത് നമ്മൾ അറിയണം. ഇതാണ് വിശുദ്ധർ കണ്ടത്, ഇതാണ് അൽഫോൻസാമ കണ്ടത്, ഇതാണ് കൊച്ചർസ്യാമൻ, ഇതാണ് പാതിരപ്പിയ, ഇതാണ് സകല വിശുദ്ധരും കണ്ടത്. ആ ഒരു അറിവിലാണ് ഭൂമിയിൽ അവർ ജീവിച്ചത്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.